ഹായ്, ഞാൻ വീണ്ടും ഒരു യാത്രാ വിശേഷമായിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ ഈ മാസം 15-ാം തീയതി മൂകാംബിക ദർശനത്തിന് പോയപ്പോൾ ആ സമയം കുടജാത്രിയും അതുപോലെ തന്നെ മുരുടേശ്വരവും എല്ലാം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് ഞങ്ങൾ പോയത് 15-ാം തീയതിയാണ്. അപ്പം 16-ാം തീയതി ഏർലി മോർണിംഗ്, അതായത് ഒരു 6 o'clock ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരു 7 o'clock തന്നെ ഞങ്ങൾ കുടജാത്രിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. അപ്പം മൂകാംബികയിൽ നിന്ന് തന്നെയാണ് ജീപ്പ് നമ്മൾ കയറുന്നത്. അവിടെ നിന്ന് ജീപ്പിൽ ഏകദേശം ഒരു 40 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പം ഓരോ ആളുകൾക്കും 450 രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങിച്ചത്. അപ്പം നമ്മൾ 8 പേരുണ്ടായിരുന്നു. നമ്മളിപ്പം പൊതുവേ ജീപ്പിലൊക്കെ യാത്ര വളരെ കുറവാണല്ലോ. അപ്പം ഇതിൽ പോകുമ്പോൾ ശരിക്കും പേടിയാവുണ്ടായിരുന്നു. അവർ സാധാരണ സ്പീഡിലല്ല, കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ടാണ് പോവുക. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കുടജാത്രി യാത്ര ഭയങ്കര ഓഫ് റോഡാണ്, അതുപോലെ തന്നെ ഭയങ്കര രസമുള്ളൊരു ട്രിപ്പാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളെ കുടജാത്രീൻ്റെ ഓഫ് റോഡിലേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസ് ആണ്. അവിടെ അവർ ഡ്രൈവർ അവിടെ ഇറങ്ങി അവർക്ക് ടിക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓഫ് റോഡിലേക്കുള്ളൊരു യാത്രയാണ്. ഈ കുടജാത്രി എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ ബൈന്ദൂറാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു 40 കിലോമീറ്ററാണ് നമ്മൾ ഈ പറയുന്ന കുടജാത്രയ്ക്കുള്ളത്. അപ്പം നമ്മൾ ഓഫ് റോഡിൻ്റെ സമയത്തൊന്നും സത്യത്തിൽ വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് എന്താ പറയുക, കുന്നും മലകളൊക്കെ തന്നെയായിട്ട് നമുക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 3 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം ഞാൻ സത്യത്തിൽ ജാൻവിയും അതുപോലെ തന്നെ കാത്തുമോളൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ല. അത്രയും കല്ലും വലിയ വലിയ മുട്ടൻ കല്ലുകളൊക്കെ. പക്ഷേ അവർക്കതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. കുറേ ദൂരം അവർ നടന്നു കേട്ടോ. ജാനി നടക്കണമെന്ന് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായിരുന്നു അത്. കാരണം അത്രയും റിസ്ക് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് തിരിച്ച് വരുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു, അയ്യോ കുട്ടികളെ കൊണ്ടുപോകണ്ട, അവർക്ക് കുറച്ച് ടാസ്ക്കാണ്, അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ. സത്യത്തിൽ നല്ല റിസ്ക് തന്നെയാണ്. നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് തന്നെ നിൽക്കണം. കാരണം അത്രയും മുട്ടൻ കല്ലുകളും അതുപോലെ തന്നെ വഴി ഉണ്ടെങ്കിൽ കൂടി അത് നമുക്ക് നോർമലി നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്, ഈ കുടജാത്രി എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴ്വരയിലാണ് ഈ മൂകാംബിക ക്ഷേത്രം നിൽക്കുന്നത്. പിന്നെ ഈ കർണാടക സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന പിന്നെ കൊടുമുടിയിൽ 13ാമത്തെ കൊടുമുടിയാണ് ഈ കുടജാത്രി എന്നാണ് പറയുന്നത്. ഈ അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലമായിരിക്കും. കാരണം അത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് എന്താ പറയുക, ഓഫ് റോഡിൻ്റെ ഒരു എക്സ്ട്രീം എന്നൊക്കെ പറയാം. പൊതുവേ അവിടെ ഈ മലയ്ക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ ആ കാടുകളൊക്കെ മഞ്ഞ് മൂടി നിൽക്കുമെന്ന് പറയും. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് സത്യത്തിൽ ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നല്ല ചൂടായിരുന്നു, ഒരു 10 മണി റേഞ്ചിലൊക്കെ. പക്ഷേ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ആ മിസ്റ്റ് വന്ന് നമ്മുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്കൊക്കെ അവിടെ എത്തുന്ന ആളുകൾക്ക് തിരിച്ച് വരുമ്പോഴേക്കും നല്ലോണം മിസ്റ്റൊക്കെ കിട്ടും, അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴികളൊക്കെ എന്ന് പറയുന്നത് മുട്ടൻ കല്ലുകളും അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അവിടെ എത്തിയത് ഇവിടെയാണ് ശങ്കരാചാര്യർ ഇരുന്ന് ധ്യാനിച്ച സ്ഥലമാണ് കുടജാത്രി എന്ന് പറയുന്നത്. മലമുകളിൽ ശങ്കരാചാര്യരുടെ ശങ്കരപീഠവും കാണാം. അതാണ് ഇവിടെ. തിരിച്ചു വരുന്ന സമയത്തും നല്ല വെയിലും എല്ലാ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു തവണയെങ്കിലും ലൈഫിൽ ഇവിടെ ഒന്ന് പോയി വരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നിട്ടോ.